അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇലോൺ മസ്കും തമ്മിലുള്ള പോര് കടുക്കുന്നു. കമ്പനികൾക്ക് സർക്കാർ നൽകിയിരുന്ന സബ്സിഡി നിർത്തലാക്കിയതിന് പിന്നാലെ മസ്കിനോട് വൈറ്റ് ഹൌസ് വിടാനും ട്രംപ് ഭരണകൂടം നിർദ്ദേശം നൽകി. അതേസമയം ട്രംപിനെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് മസ്കിന്റെ തിരിച്ചടി. ന്യൂജേഴ്സിയിൽ നിന്ന് ഡോക്ടർ സജിമോൻ ആന്റണി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സജിമോൻ ആന്റണി, വെരി ഗുഡ് മോർണിംഗ്. ലോക രാഷ്ട്രങ്ങളൊക്കെ വളരെ കൗതുകത്തോടെയും ആകാംക്ഷയോടെയും ഒക്കെ നോക്കിക്കണ്ട സൗഹൃദമാണ്. വലിയ അടുത്ത കൂട്ടുകാരായിരുന്നു മസ്കും ട്രംപും. പക്ഷെ ആ സൗഹൃദമെല്ലാം തകർന്നു വീണ് ഇരുവഴിയിൽ പിരിഞ്ഞു. അതിനപ്പുറം പരസ്പരം കൊമ്പു കോർക്കുന്നത് കൂടിയാണ് ഇപ്പോൾ കാണേണ്ടി വരുന്നത്, അല്ലേ? അതെ, തീർച്ചയായിട്ടും. അതായത് വേൾഡ്സ് റിച്ചസ്റ്റ് മാൻ ആൻഡ് ദ വേൾഡ്സ് മോസ്റ്റ് പവർഫുൾ മാൻ, ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തിയും ഏറ്റവും പവർഫുൾ ആയ ട്രംപും തമ്മിലുള്ള ഒരു ഫൈറ്റ്, റൊമാൻസ് ഇന്നിവിടെ തീർന്നിരിക്കുകയാണ്. നമ്മൾ ഹിമാലയൻ പർവ്വതത്തിന്റെ പീക്കിൽ നിന്ന്, ആ ക്ലിഫിൽ നിന്ന് എടുത്ത് ചാടിക്കഴിഞ്ഞ് എങ്ങനെയിരിക്കും എന്ന് പറഞ്ഞുള്ള ഒരു 3-4 മണിക്കൂറത്തെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ഫൈറ്റ് ആയിരുന്നു നമ്മൾ കണ്ടത്. അത് പേഴ്സണൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നൊരു പേഴ്സണാലിറ്റി ക്ലാഷ് ആണ്, രണ്ടാമത്തേത് പോളിസി ക്ലാഷ് ആണ്. അപ്പൊ ഏതായാലും ഈ ഒരു മസ്കിനും ട്രംപിനും ഒരുപോലെ പരിക്ക് പറ്റുന്ന ഒരു രീതിയിലേക്കാണ് ഇത് കാര്യങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത്. പേഴ്സണൽ ക്ലാഷ് എന്ന് പറയുന്നത് കാരണം ചില കാര്യങ്ങൾ നമ്മൾ ഫ്രണ്ട്ഷിപ്പിലായിരിക്കുമ്പം അത് കഴിഞ്ഞതിന് ശേഷം പിണങ്ങി കഴിയുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. അപ്പം മസ്കിനെ സംബന്ധിച്ചിടത്തോളം മസ്ക് ആ ഒരു ലൈനിലേക്ക് പോയി എന്നുള്ളതാണ് വളരെ കൗതുകപരമായ അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഫാക്ടർ. അത് പറയുമ്പോൾ എപ്സ്റ്റീൻ ഫയൽ എന്ന് പറയുന്നത് ഇവിടുത്തെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ വളരെ വലിയ ഉന്നതന്മാർ, പൊളിറ്റീഷ്യന്മാരും അതുപോലെ ധനികന്മാരുമായിട്ടുള്ള ഒത്തിരി ആൾക്കാർക്ക് പണി കിട്ടിയ ഒരു പരിപാടിയാണത്. എപ്സ്റ്റീൻ ഐലൻഡിൽ പോയിട്ട് മൈനറിസമായിട്ട് സെക്സും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ളത് വലിയൊരു ഫയലും കോൺട്രവേഴ്സിയും ആയിരുന്നു അത്. അപ്പം അതുമായിട്ട് ഇലോൺ മസ്ക് ട്രംപിനെ ലിങ്ക് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വസ്തുത ഇതിനകത്ത്. അത് ട്രംപും തിരിച്ചടിക്കുന്നുണ്ട്. ട്രംപ് പറയുന്നത് മസ്കിന്റെ കമ്പനിയുടെ സ്പേസ് എക്സിന്റെയും അല്ലെ കോൺട്രാക്ട് ഗവൺമെന്റ് കോൺട്രാക്ട് എടുത്തു കളയും, ഈ ടെസ്ലയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഫെഡറൽ ഗവൺമെന്റ് സബ്സിഡി എടുത്തു കളയും, മസ്കിനെതിരെ ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ അഴിച്ചുവിടും. അങ്ങനെ തുടങ്ങിയ ഒരു ലൈനായിട്ടുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് രണ്ടുപേരും ട്വീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കുറച്ചൊരു 5-6 മാസത്തേക്ക് പുറകേക്ക് പോകുകയാണെങ്കിൽ മസ്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ മസ്ക് 2022 വരെ ഡെമോക്രാറ്റ് ആയിരുന്നു. 2022 ശേഷമാണ് റിപ്പബ്ലിക്കനായി. അതിനുശേഷം ഈ ഒരു കഴിഞ്ഞ ഇലക്ഷനിനകത്ത് ഏകദേശം $277 മില്യൺ ഡൊണേറ്റ് ചെയ്ത് ബിഗ്ഗസ്റ്റ് ഡോണർ ആയിരുന്നു റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ട്രംപിന് വേണ്ടിയിട്ട്. അത് ഒരു വൺ ഓഫ് ദി മേജർ റീസൺ ആയിരുന്നു കഴിഞ്ഞ തവണത്തെ ഇലക്ഷൻ ഫ്ലിപ്പ് ചെയ്യാനായിട്ട്. ഇന്ന് മസ്ക് അതിന്റെ ക്രെഡിറ്റ് എടുക്കുകയും ചെയ്തു. അത് ഡൊണാൾഡ് ട്രംപിനെ സത്യം പറഞ്ഞ മുഖത്തിനിട്ട് തല്ലുന്ന പോലെ അല്ലെ ഒരു ഇതാണത്. കാരണം ഞാൻ കാരണമാണ് നീ ജയിച്ചത്, ഞാൻ കാരണമാണ് അമേരിക്കയിൽ സെനറ്റും കോൺഗ്രസും ജയിച്ചത് എന്ന് പോലും പറയാനായിട്ട് മസ്ക് മടിച്ചില്ല എന്നുള്ളതാണ് ഒരു കാര്യം. എന്നാൽ അതേസമയം ട്രംപിന്റെ ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രംപും തുടങ്ങിയത് ഡെമോക്രാറ്റിക് പാർട്ടിയായിരുന്നു. ദെൻ കുറെ നാളത്തേക്ക് ലിബറൽ പാർട്ടിയായി, അതിനുശേഷം റിപ്പബ്ലിക്കായി, ഡെമോക്രാറ്റായി, ഫൈനലി 2012 തൊട്ട് റിപ്പബ്ലിക്കിലേക്ക് വന്നു. അവിടെ നിന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ പാർട്ടി സ്വിച്ച് അല്ലെ ഫ്ലിപ്പ് രണ്ടുപേർക്കും ഒരുപോലെയാണ്. രണ്ടുപേരുടെയും ബിഹേവിയർ ചില സമയങ്ങളിലൊക്കെ ഇറാറ്റിക് ആകാറുണ്ട്. അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മസ്കിന് എന്താണ് പോസിബിളി നഷ്ടപ്പെടാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം $38 ബില്യൺ ഫെഡറൽ ഗവൺമെന്റിന്റെ എയ്ഡ് അല്ലെങ്കിൽ സോഫാർ മസ്കിന്റെ കമ്പനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു ചലഞ്ച് ആയിരിക്കാം എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ ലോകമാകമാനം അറിയപ്പെടുന്ന സ്പേസ് എക്സിനകത്ത് നിന്ന് ഏകദേശം $3.5 ബില്യൺ റവന്യൂ ആണ് ഓരോ വർഷവും അല്ലെ മസ്കിന് കിട്ടുന്നത്. അത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിരിക്കും. താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ലോകം തന്നെ ഉറ്റുനോക്കുന്ന ഈ സ്പേസ് എക്സിന്റെ ദൗത്യം അതിനെ ഏത് തരത്തിൽ ഈ പോര് ബാധിക്കും? രണ്ട് രീതിയിൽ ബാധിക്കും. അത് ഒന്ന്, ഈ സ്പേസ് എക്സിന്റെ കോൺട്രാക്ട് ക്യാൻസൽ ആകുമെന്ന് മസ്കും പറയുന്നുണ്ട്. അതോടൊപ്പം ആ കോൺട്രാക്ട് പോയിട്ടുണ്ടെങ്കിൽ അത് നാസയ്ക്ക് വലിയൊരു തിരിച്ചടിയായിരിക്കും, ഗവൺമെന്റിന്റെ വലിയ തിരിച്ചടിയായിരിക്കും. കാരണം ഈ സ്പേസ് എക്സ് ആണ് ഇവിടെ ഇത് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ വേറൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് സ്പേസ് എക്സിന് വേണ്ടി മാത്രം അമേരിക്കൻ ഗവൺമെന്റിന്റെ ഖജനാവിൽ നിന്ന് $3.5 ബില്യൺ ഓരോ വർഷം കിട്ടുന്നത്. അത് വളരെ ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും. ആ ഒരു റൗട്ടിലേക്ക് പോകുമോ എന്ന് നമുക്ക് അറിയില്ല. എന്നാൽ വലതുപക്ഷക്കാരായ സ്റ്റീവ് ബാൻ ഉൾപ്പെടെയുള്ള വളരെ എക്സ്ട്രീം റൈറ്റുള്ള ആൾക്കാർ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് രാത്രി കൊണ്ട് തന്നെ അല്ല നാളെ തന്നെ അത് മസ്കിനെ പാഠം പഠിപ്പിക്കണം, അത് എമർജൻസി ഇഷ്യൂ ചെയ്തിട്ട് സ്പേസ് എക്സിന്റെ കംപ്ലീറ്റ് കൺട്രോൾ എടുക്കണം എന്നൊക്കെ ഒരു വലത് റൈറ്റ്
വിങ്ങിലുള്ള ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ എന്തുമാത്രം ആകുമെന്ന് എനിക്കറിയില്ല. പക്ഷേങ്കിൽ ഈ ഒരു ഫൈറ്റിനകത്ത് രണ്ടുപേരും വിജയിക്കത്തില്ല, രണ്ടുപേർക്കും പരിക്ക് പറ്റും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ട്രംപിന് എങ്ങനെയാണ് പരിക്ക് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം വരാൻ പോകുന്ന ഇവിടുത്തെ പ്രൈമറിയിൽ അല്ലെങ്കിൽ ഇടക്കാല തെരഞ്ഞെടുപ്പിൽ ഒക്ടോബർ-നവംബറിൽ നടക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിന് വളരെ നിർണായകമായിരുന്നു. അപ്പോൾ ഇനി മേലാല് ട്രംപിന് അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ള മണി പമ്പിങ് മസ്ക് നിർത്തും എന്നാണ് പറയുന്നത്. അത് വലിയൊരു ക്വസ്റ്റ്യന്മാരായിരിക്കും ഇവിടുത്തെ സെനറ്റ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സീറ്റ് വിജയിക്കാനായിട്ട് റിപ്പബ്ലിക്കൻ പാർട്ടി സംബന്ധിച്ചിടത്തോളം. ഇതെല്ലാം തുടങ്ങിയത് EV കോൺട്രാക്റ്റിനകത്ത് നിന്ന് EV അതായത് ഇലക്ട്രോണിക് കാറുകൾക്കുണ്ടായിരുന്ന സ്പെഷ്യൽ കോൺട്രാക്റ്റും അല്ലെങ്കിൽ സ്പെഷ്യൽ സബ്സിഡിയും എടുത്തു കളയുന്നതാണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു ചിന്തിക്കുകയാണെങ്കിൽ അതേസമയം ട്രംപ് പറയുന്നു ഇതുവരെ വൈറ്റ് ഹൗസിന്റെ എക്സ്ട്രീം പവറും അൺലിമിറ്റഡ് ആക്സസും മറ്റു കാര്യങ്ങളും കിട്ടിക്കത്തേക്കും മസ്ക് ഇത് പഠിച്ചുപോയി. അപ്പോൾ മസ്ക് അതിനകത്ത് നിന്ന് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും അത് റിയാലിറ്റിയിൽ വന്നു. വൈറ്റ് ഹൗസിലോട്ട് ബന്ധമില്ലാതെ നിന്ന് കഴിഞ്ഞാൽ മസ്ക് സീറോയാണ്, അതുകൊണ്ടാണ് എന്ന് പറയുന്നു. അപ്പോൾ ഏതായാലും ഇത് വളരെ ലോകത്തെ ആകമാനം ബാധിക്കുന്ന ഒരു കാര്യമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ. അതോടൊപ്പം എനിക്ക് ഇന്നത്തെ വൈറ്റ് ഹൗസിന്റെ ബ്രീഫിങ്ങിനകത്ത് വേറൊരു കാര്യം ഇവിടെ എടുത്തു പറയേണ്ടിയിരുന്നു. ഇന്ന് ജർമ്മൻ ചാൻസലർ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹവുമായിട്ട് സംസാരിച്ച് പ്രസ് ബ്രീഫിനിടയ്ക്ക് ട്രംപ് വേറൊരു കാര്യം ഇന്ത്യയെ സംബന്ധിച്ചും പറഞ്ഞു. കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഫൈറ്റ് നിർത്തിയത് ട്രംപാണ് എന്ന് ഒന്നും കൂടെ അടിവരയിട്ട് അദ്ദേഹം പറയുകയും അതിന്റെ ക്ലെയിം എടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് പ്രത്യേകിച്ച് അതിന്റെ ഈ ഒരു സംഭവാസങ്ങളുടെ ഇടയ്ക്ക് എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്. തീർച്ചയായും വളരെ നന്ദി ഡോക്ടർ സജിമോഹൻ ആന്റണി, ന്യൂ ജേഴ്സിയിൽ നിന്ന് ഞങ്ങൾക്കൊപ്പം ചേർന്നതിന്. എന്തായാലും ഉറ്റ സുഹൃത്തുക്കളായ രണ്ടു പേർ ഇപ്പോൾ ബദ്ധവൈരികളായി മാറുമ്പോൾ ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു എന്നുള്ളതാണ് ആകാംക്ഷയോടെ ലോകം ഉറ്റുനോക്കുന്നത്. അമേരിക്കയിലേക്ക്